നമ്മുടെ ഈ വഴിയാണല്ലേ, നിങ്ങൾ ഡെയിലി ഈ വഴിയിലൂടെയാണല്ലേ നിങ്ങൾ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ പറ്റിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോ ചേട്ടൻ ഓഫ് ക്യാമറ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി ആ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചത്. എന്താണ് ഇപ്പോഴും ഇങ്ങനെ വഴിയിൽ ഇതേ വഴി, അതിന്റെ ഒരു പിന്നിൽ ഇതെന്താണ്? വഴിയെ ബാക്കി വീട്ടുകാർക്കൊക്കെ വഴി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വഴിയില്ല. അപ്പൊ അത് ഇത് മറ്റൊരാളുടെ സ്ഥലത്തിന്റെ അതിർത്തിയിലാണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവരോട് അങ്ങനെ ചോദിച്ചു, കാരണം ഞങ്ങളീ തോടും ചാടും എല്ലാം ചാടി നടക്കുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ആശുപത്രി കേസിട്ടൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മ അബോധാവസ്ഥയിൽ കിടക്കുമായിരുന്നു. 6 വർഷമായിരുന്നു. ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് അമ്മ മരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഇവിടുന്ന് എത്തിക്കാനും ഇവിടുന്ന് ബോഡി പള്ളിയിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് മഴ ഈ കഴിഞ്ഞ മാസം മരിക്കുന്നത്, കഴിഞ്ഞ സെപ്റ്റംബർ അവസാനം മരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് എടുത്തോണ്ട് പോകാനൊക്കെ ഉള്ളൊരു അന്നേരം അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞുള്ളായിരുന്നു. കാരണം ഞങ്ങൾ ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഓടിച്ചാടി പറമ്പിൽ കൂടെ നടന്ന് വെളുപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ട്. പക്ഷെ ഇങ്ങനെ ഒരു ആശുപത്രി കേസുകളൊക്കെ വരുമ്പോൾ ശകലം ഉള്ളെങ്കിൽ പോലും ആ റോഡിലേക്ക് എടുത്തോണ്ട് പോകാനൊക്കെ ഒരു ഇവിടെ നിന്നും ഞങ്ങളൊന്നും മാറണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അതല്ല, ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇതല്ലായിരുന്നു കേട്ടോ. ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ ഇവിടുന്ന് ഡെയിലി നടന്നു പോകുമ്പോ കുറെ ആൾക്കാരെ കാണുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പെട്ടെന്ന് ചേട്ടൻ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. സാറിന് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇപ്പൊ ഈ ഇരുചക്ര വാഹനങ്ങളൊക്കെ സജീവമായ ഒരു കാലഘട്ടം. പക്ഷെ ഞങ്ങൾ ഇന്നവരെ ഇതുവരെ ആയിട്ടും ഞാൻ ഇതുവരെ ഇരുചക്ര വാഹനത്തെ ആരും വിളിച്ച് നിർബന്ധിച്ചാൽ കയറിയെങ്കിലും, അല്ലെങ്കിൽ ഫുൾ ടൈം നടക്കുക. ദിവസം 5-6-7 കിലോമീറ്റർ രാവിലെ തൊട്ട് ഇങ്ങനെ നടക്കും. ഈ നടക്കുന്ന വഴിക്ക് 100 കണക്കിന് ആൾക്കാരുമായിട്ട് ഞാൻ മുഖാമുഖം കാണുന്നുണ്ട്. സാധാരണക്കാരുണ്ടാവാം, അല്ലാത്തവരുണ്ടാവാം. പലരും ചോദിക്കാറുണ്ട് വണ്ടി നിർത്തിയിട്ട് എന്താ നിങ്ങൾ കയറുന്നില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് വെളുപ്പിന് 5:30 ആകുമ്പോൾ ഇവിടുന്ന് പോവും. പള്ളിയിൽ പോയി കുർബാനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ജോലിയിലേക്ക് കയറുക. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ തിരിച്ച് വരുന്ന വഴിക്കും പോകുന്ന വഴിക്കും എല്ലാം പരമാവധി എനിക്കൊരു 100 പേരെങ്കിലും ഒരു ദിവസം കാണാൻ പറ്റിയെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. എന്നിട്ട് വൈകുന്നേരം ഇരുന്ന് ആലോചിക്കും, ഈ 100 പേരിൽ ആരൊക്കെയാണ് എന്നോട് സംസാരിച്ചത്, ഞാൻ അവരോട് എന്താണ് സംസാരിച്ചത്, ഇനി ആരെങ്കിലും എന്നോട് കല പറഞ്ഞെങ്കിൽ ഞാൻ തിരിച്ച് പറയാതെ ആയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരു അങ്ങനെ വലിയ സന്തോഷത്തോട് തന്നെ ഉറങ്ങാൻ കിടക്കുന്നത്. കാരണം ഈ ഒത്തിരി പേരെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതില് ഏറ്റവും വലിയ പ്രത്യേകത ചേട്ടൻ ഇപ്പോഴും പറയുമ്പോൾ 2 പേരെന്ന് പറയുന്നത് മോനാണെന്ന്. നിങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നല്ലേ? ആൽകുഞ്ഞിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? പപ്പയുടെ കൂടെ ആണല്ലോ ഫുൾ ടൈം അല്ലേ? എല്ലാ കാര്യത്തിനും പപ്പയുടെ കൂടെ ഉണ്ടാവും. ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 7ല്. അപ്പം എങ്ങനെയാ ഇപ്പം നിങ്ങളുടെ ഈ ഇൻസ്റ്റഗ്രാമിന്റെയും ഈ റീച്ചും കാര്യങ്ങളും ഒക്കെ ഭയങ്കര നിങ്ങളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ദിവസം തന്നെയല്ല, ഒരു ദിവസം തന്നെ ഞങ്ങളറിയാതെ 2 പേരുടെ ബർത്ത്ഡേ ഇങ്ങനെ പറഞ്ഞു പോയായിരുന്നു ആശംസകൾ. അപ്പൊ ഒരു ദിവസം തന്നെ ഇന്ന് തന്നെ ഇപ്പൊ 110 ചെയ്യാൻ കിടക്കും. ഒരു ദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. കേരളത്തിലെ 14 ജില്ലയിലും പുറത്തുനിന്നുമായിട്ടും. അപ്പൊ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങളുമായിട്ട് ഇങ്ങനെ പക്ഷെ ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്ന ഒരാളെ പോലും നിരുത്സാഹപ്പെടുത്തുന്നില്ല. അത് അല്ല, എന്തേലും സമയം പോയാൽ രാത്രിക്കാണെങ്കിലും ഹൈ സുഖമാണോ എന്ന് തിരിച്ച് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരും അങ്ങനെയൊന്നും പറയാറില്ലല്ലോ. ഞങ്ങളെ ശരിക്കും പറഞ്ഞാല് ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അധികം ആയില്ല. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഇത്രയും ടെക്നോളജിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തില് ഭയങ്കര സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ചേട്ടനും ഇപ്പൊ മോനാണെങ്കിലും ഫാമിലി മൊത്തത്തില്. അപ്പോ ഈ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പഠിച്ചത് എവിടെ നിന്നാണ്? പഠിച്ചത് ഫേസ്ബുക്കിൽ കുറെ നാളുകളായിട്ട് ഭയങ്കരമായിട്ട് സജീവമായിട്ട് ഉണ്ടായിരുന്നു. ഒരു 5000 ഫോളോവേഴ്സ് തന്നെ ആദ്യമായിരുന്നു. അതുകൂടാതെ തന്നെ ഇപ്പോഴും തന്നെ ഞങ്ങളെ വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ ഇട്ട് ഫേസ്ബുക്കിലുണ്ടായിരുന്നു. ബീച്ചാട്ടൻ ചമ്മറാട്ടം തന്നെ ഞാനും ഭാര്യയും പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ കുരിശോരയൊക്കെ കഴിഞ്ഞ് ചുമ്മായിരിക്കുക. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതെല്ലാം ഞങ്ങൾ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിലെ ആൾക്കാർക്ക് അതിനോടൊരു ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. അങ്ങനെ ഒരു താല്പര്യമായി കഴിഞ്ഞ് വന്നു ഒരു ദിവസം ഈ പ്രത്യേകിച്ച് അമ്മ അബോധാവസ്ഥയിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ആശുപത്രിയിൽ അമ്മയ്ക്ക് രാത്രി ഗവൺമെന്റ് ആശുപത്രിയില്ല കൂട്ടിരിക്കണമായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇൻസ്റ്റാഗ്രാം എനിക്കൊരാൾ അക്കൗണ്ട് എടുത്ത് തന്നായിരുന്നു, ചുമ്മാ തുടങ്ങിയതുള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ ചെണ്ടാം മദ്ദളം തവല 3 വാദ്യോപകരണങ്ങൾ ചായക്കടയിൽ കയറിയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സംഭവം ആശുപത്രിയുടെ തിണ്ണ ഇട്ടിട്ട് ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതങ്ങ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വേറെ ഇപ്പം ഈ പ്രദേശങ്ങളിലൊക്കെ ഈ പച്ചത്തവള കണ്ടമാനമുണ്ട്. ഞങ്ങളുടെ ഈ നാട്ടു പ്രദേശത്ത് ഈ വൈകുന്നേരം ഈ തവളെ പിടിക്കാനായിട്ട് ആൾക്കാർ പെട്രോൾ മാസം ഒക്കെ ആയിട്ട് ഇവിടെയുള്ള ആൾക്കാർ രാത്രി പോകും. അപ്പൊ ഈ വെട്ടം കാണുമ്പോൾ തവള അവിടെ നിൽക്കുക, തവളേനെ അന്നേരം അടിച്ചു കൊല്ലും. അപ്പൊ അങ്ങനെ ഒരു സംഭവം
ഈ തവളനെ പിടിക്കാൻ മഴയത്ത് ചെല്ലുന്നതും തവള തിരിച്ചു ചോദിക്കുന്നതും അതിൻ്റെ ഒരു മറുപടി, ഈ 2 കാര്യം ഞാൻ ചെയ്തിട്ട് ഞാനത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ പാലക്കാട്ടുള്ളൊരു സുന്ദീപ് നിങ്ങൾ പറഞ്ഞൊരു പാർട്ടി ഇത് കണ്ടു. പുള്ളി അത് പുള്ളിയുടെ അക്കൗണ്ടിലോട്ട് ഇതെടുത്തിട്ടു. അതെങ്ങനെ ഒരു 3 ദിവസം കൊണ്ട് അതുകൊണ്ട് 1 മില്യണിയത്തിന് മുകളിൽ ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു ഇതാരാണ് ഇങ്ങനെ ഈ മനുഷ്യനെ ഇങ്ങനെ ചിരിച്ച്. അത് കഴിഞ്ഞാൽ തൊപ്പി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഈ ഇൻസ്റ്റാഗ്രാം പുള്ളി അത് എന്നെ വിളിച്ചായിരുന്നു. അതിന് പുള്ളി ഒരെണ്ണം ചെയ്തായിരുന്നു, നിങ്ങളെങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ചോദിച്ചിട്ട്. പക്ഷെ ആ ഒരു സംഭവം ഇങ്ങനെ ചെയ്ത് 1 മില്യനും കഴിഞ്ഞപ്പോൾ ആ പാലക്കാട്ടിൽ നിന്ന് പിന്നെ പലരും ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ പല ആൾക്കാരിങ്ങനെ പെട്രോൾ മാസ് ഈ കോളേജ് പിള്ളേരുടെ ക്യാമ്പസിൽ ഇതൊരു ഭയങ്കര തരംഗമായിട്ട് മാറി. അതായത് തവള വരമ്പത്തിരിക്കുന്ന ഈ പെട്രോൾ മാസമായിട്ട് തൂക്കി ചെല്ലുന്ന, അപ്പോൾ ഈ തവള മറ്റേ തവളയോട് പറയുന്ന പെട്രോൾ മാക്സ് പിടിച്ച കൂടക്കകത്ത് എഴുതിയപ്പോൾ ബെട്ടറാ. അപ്പൊ ഇത് ഈ ക്യാമ്പസിലൊരു ചലനായി. ഈ പിള്ളേര് തമ്മിൽ അങ്ങോട്ടേക്ക് കാണുമ്പോൾ പെട്രോൾ മാക്സ് ബെട്ടറാ. അവനെ ഈ പുട്ടും കടലയും കൊണ്ടെത്താ എങ്ങനെ തിന്നാ, അത് ഇറങ്ങിപ്പോയ സംഭവം. പക്ഷെ ഞങ്ങൾ കളിച്ചിട്ട് ഞാനത് അവതരിപ്പിച്ചപ്പോൾ ഈ നക്കി അത് പല ക്യാമ്പസുകളിൽ ഇങ്ങനെ ഈ സെന്റ് തെരേസസ് കോളേജ് എറണാകുളം, ഇങ്ങനെ BK കോളേജ് അമലഗിരി, അൽഫോൻസ കോളേജ് ഇങ്ങനെ കോളേജ് കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട കോളേജിലെല്ലാം ഇതൊരു ആയി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ആരോ റീൽ ഇടാൻ ചോദിച്ചാൽ അങ്ങനെ പതുക്കെ ഞങ്ങൾ 200 ഫോളോവേഴ്സും കണ്ടേ ഉള്ളായിരുന്നു. പെട്ടെന്ന് ഇതിന്നിപ്പോ 50Kയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഒത്തിരി തെറികളും വിമർശനങ്ങളൊക്കെ ബേസ് ഈ ഇൻസ്റ്റാഗ്രാമിൽ മറ്റു പലർക്കും ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് പരമാവധി കുറവാണ്. ഞങ്ങൾ ഒരു സാധാ മനുഷ്യരായതുകൊണ്ട് ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. അപ്പം ഈ ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങളെങ്ങനെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് അല്ല, നിങ്ങളിങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനായ ഒരു മനുഷ്യൻ നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര്, 100 കണക്കിന് ആൾക്കാർ, പ്രത്യേകിച്ച് വിദേശികൾ, അവർക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഭയങ്കര. അപ്പം ഞങ്ങൾ ഒരു പ്രഭാത ഭക്ഷണവും സായാഹ്ന ഭക്ഷണവും ഉച്ചക്ക് ഊണുള്ളൂ. ഈ പ്രഭാത ഭക്ഷണമായിരുന്നു. ഇവിടെ ഗ്യാസ് ഉണ്ടെങ്കിലും വീട്ടിൽ ഗ്യാസ് ഉണ്ടെങ്കിലും കൂടുതലും അടുപ്പിലാണല്ലോ അവള് ഭാര്യ കൂടുതലും വിറകലാണ് സാധനം ചെയ്യുന്നത്. അപ്പൊ അതൊരു ഈ ഗ്യാസ്. അപ്പം ഈ കപ്പ ഇങ്ങനെ വേവിച്ച് നമ്മൾ കലത്തിന്ന് കുടഞ്ഞിട്ടു, എന്നിട്ട് അത് ഇവിടുന്ന് 2 കാന്താരിമുളക് പൊട്ടിച്ചു. അപ്പൊ അതിങ്ങനെ മുക്കിയിട്ട് നമ്മൾ വായിലോട്ട് വെച്ചിട്ട് പോന്നെ എന്റെ കൂട്ടർ ശരിക്കും അത് അങ്ങനെ ഒരു വീഡിയോ ആദ്യം ഒന്നും ഇട്ടു. പക്ഷെ അത് ഭയങ്കരമായ ഒരു പ്രതിഫലനം. ഈ വിദേശത്തുള്ളവരെല്ലാവരും ചേട്ടാ ഞാനിങ്ങനെ ഇന്ന സ്ഥലത്തുനിന്നാ വിളിക്കുന്നത്, ഞാൻ വർഷങ്ങളായി വിദേശത്താണ്, എന്നേലും കഴിക്കും, ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി പോകും, പക്ഷേ നിങ്ങൾ ആ മുളകിനകത്തോട്ട് മുക്കി വായിലോട്ട് വെച്ചപ്പോൾ വെക്കുന്ന നിങ്ങളുടെ ആ എരിവുണ്ട്, ആ സീനുണ്ടല്ലോ, അതെൻ്റെ പഴയകാല ഓർമ്മകളിലേക്ക് എന്നെ എൻ്റെ അമ്മ പണ്ടിങ്ങനെ കപ്പ പറിച്ചു കൊണ്ട് തന്നതും. അത് ഞങ്ങൾ മിക്കപ്പോഴും ചേമ്പ് പുഴുങ്ങി കഴിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം ഈ ഒരു 50 വയസ്സിന് ശേഷമുള്ളവർ, 40-30 വയസ്സിന് ഇടയ്ക്കുള്ളവർ, പിന്നെ പുതിയ പിള്ളേർ സെറ്റ് വന്ന് ഈ ചെണ്ടക്കപ്പ എങ്ങനെയാ മുക്കി ഇതിനകത്തോട്ട് ചേരുന്ന കഴിയുക, അതുപോലെ തന്നെ കപ്പയ്ക്കകത്ത് മോരൊഴിച്ച് കഴിക്കുക, അതെല്ലാം ഈ ഭയങ്കരമായൊരു ഈ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പോൾ ഈയിടെ വരെ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ കുവൈറ്റിൽ കാസർഗോഡുകാരൻ ബന്ധുടുക്കുന്ന ഒരു രാജേഷ് എന്നൊരാൾ വിളിച്ച്, അയാൾ പറഞ്ഞ ഇതാണ് ഭാര്യ നൈറ്റാണ്, ഭാര്യ നൈറ്റിൽ പോകും, അത് പിന്നെ പകൽ ഞാൻ പോകും. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിള്ളേരങ്ങനെ പഠിക്കുന്നു. പക്ഷേ എന്നേലും ഭാര്യ ഭരിച്ച് തിന്നും. പക്ഷേ നിങ്ങൾ ആ ചേമ്പ് കഴിക്കുന്ന ഒരു സീനുണ്ടല്ലോ, ഞാനന്ന് ഓഫീസിൽ ഉച്ച വരെ ലീവ് എടുത്തെന്ന് പറഞ്ഞു. കാരണം ഞാനിത് കുറേ നേരം ഇരുന്ന് കണ്ടെന്ന് പറഞ്ഞു.